found me alone. I'm coming up. We'll have a ball. I'm sweet like a buttercup. You're ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മയക്കുമരുന്ന് അതിൽ നിന്നെല്ലാം മോചനം നേടുവാൻ വേണ്ടി ഒരു കുതന്ത്രമായൊരു വഴിയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പുകവലിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ളൊരു വഴി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. കാരണം അതൊരു മരുന്നല്ല, ഒരു മനഃശാസ്ത്രപരമായ ഒരു തന്ത്രമെന്നും പറയാം, ഒരു കുതന്ത്രമെന്നും പറയാം. അപ്പോൾ ആ തന്ത്രത്തിൽ കൂടി വേണമെങ്കിൽ നമുക്ക് പുകവലി നിർത്താം. 95% ഞാൻ ഉറപ്പ് വരുന്നു. 5% അത് നിർത്തണം എന്ന് തോന്നുന്നവർ മാത്രം എൻ്റെ ഈ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. കാരണം കണ്ടമാനം മയക്കുമരുന്നും അതുപോലെ പുകവലിയും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതെല്ലാം ഇപ്പോൾ നിർത്തലാക്കി. അതെല്ലാം പുകവലിയോ മറ്റു യാതൊന്നും തന്നെ മദ്യമോ അതുപോലെ യാതൊന്നും തന്നെ ഉപയോഗം ഇപ്പോഴില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് നിർത്തണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. 95% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് അത് നിർത്താൻ കഴിയും എന്നുള്ളത്. പക്ഷേ നിർത്തണമെന്ന് 5% നിങ്ങൾക്ക് മതി. ബാക്കി 95% അതിനൊരു തന്ത്രമുണ്ട്. ആ തന്ത്രത്തിൽ കൂടി മാത്രമേ നമുക്ക് അതിൽ നിന്ന് നിർത്തി മോചനം നേടാൻ കഴിയൂ. അപ്പോൾ ആ മോചനം അത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗം ചെയ്യുന്നതാണ്. അതിൻ്റെ ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആൾക്കാർ, ഞാൻ പുകവലിച്ചുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പുകവലിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ പുകവലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ചുമയായിരുന്നു. ഈ ചുമയും കഫവും. രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടന്നിട്ട് എണീക്കും, തുപ്പും, കഫം തുപ്പും, പിന്നും വന്ന് കിടക്കും, ഇത്തിരി കഴിയും, വീണ്ടും ചുമയ്ക്കും, കഫം വരും, വീണ്ടും പോയി തുപ്പും, ഉറക്കമില്ല. അങ്ങനെ പിന്നെ വലിയൊരു ബക്കറ്റ് ബേസൻ വെച്ചിട്ട് ആ ബേസൻ കട്ടിലിനടിയിൽ വെച്ചിട്ട് അതിൽ ചാമ്പലുമിട്ട് അങ്ങനെ പിന്നെ തുപ്പലായിരുന്നു. പിന്നെ ഞാൻ അടുത്ത് 1 വർഷത്തിന് മുമ്പ് വെച്ച് ഞാൻ ഒമാനിൽ പോയിരുന്നു. ഒമാനിൽ വെച്ച് പ്ലേറ്റിനകത്ത് വെച്ച് തന്നെ വെള്ളം വായിക്കകത്തുനിന്ന് ഊറി തുപ്പാൻ ഫ്ലൈറ്റിനകത്ത് വെച്ച് തുപ്പി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇത് ചെക്കപ്പ് അടക്കുന്ന സമയങ്ങൾ നീണ്ടുവരും. അവിടെ വന്ന് ഈ വെള്ളം ഊറി തുപ്പാൻ ഒരു നിവൃത്തിയില്ല. അങ്ങനെ പിന്നെ ഈ ചെക്കിങ് വരുന്ന ഇടത്തുനിന്ന് പിന്നെ അവിടെ നിന്ന് ഈ ആക്യം കാണിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഒരുപാട് ദൂരെ പോയാണ് അവരെ ബാഴ്വേഷം വെച്ചിട്ട് അവിടെ പോയി തുപ്പിയത്. തിരിച്ചു വന്നപ്പോൾ മറ്റവരെല്ലാം അതിൻ്റെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. പല വഴികൾ ചോദിച്ചൊക്കെയാണ് പിന്നെ ഞാൻ വെളിയിൽ ഇറങ്ങേണ്ടി വന്നത്. മറ്റേ അവരെ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് വെളിയിൽ വരാനും പോകാനൊക്കെ ഇതുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ. പിന്നെ രാത്രി ഈ ഉറക്കമെന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല. ചുമച്ചും തുപ്പിയും അങ്ങനെയൊക്കെ ഒരുപാട് വേദനകൾ ഒരുപാട് അനുഭവിച്ച് അവസാനം ഈ പുകവലി ഞാൻ അങ്ങ് നിർത്തി. അതിൽ നിന്നും മോചനമായി. പുകവലി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ആ ഉപയോഗങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞുതരാം. നമുക്ക് പുകവലിക്കാത്ത ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു, ഒരു കഴിഞ്ഞ ഒരു കാലം. ആ കാലത്തില് ചില നല്ല രീതിയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയും. പിന്നെ നമ്മളെ തലച്ചോറ് ശാന്തമാകും. അങ്ങനെ പിന്നെ വേറെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ആ തന്ത്രങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും കൊണ്ട് മോചനം ചെയ്യാൻ മോചനത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ വലിയ ഇതായിട്ടൊന്നും കാണണ്ട. അതാണ് ഞാൻ പറയുന്നത്, ഒരു കുതന്ത്രമാണ്, ഒരു തന്ത്രമാണ്. നിങ്ങൾക്ക് നിർത്തണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാം. രഹസ്യമായി ഞാനത് പറഞ്ഞുതരാം. ഒരു 5% നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ, അല്ലാതെ കഴിയില്ല. അതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നല്ലൊരു കാര്യം അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ളതിനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ അത് നിർത്തി ഒരു വർഷത്തോളമായി. നിങ്ങൾക്കും അത് നിർത്താൻ കഴിയുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യമാണ്. പുകവലി എന്തുകൊണ്ടും ദോഷങ്ങളാണ്. ഞാൻ അനുഭവിച്ച ദുരന്തങ്ങൾ ഭീകരമാണ് ആ ദുരന്തം. അതുകൊണ്ട് ഒരു പുക തന്നെ ഭയങ്കര കുഴപ്പമാണ്. നമ്മളെ തലച്ചോറിനെ ബാധിക്കുക മാത്രമല്ല,
അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് വേണമെന്നാവും. പിന്നെ ഉറക്കമില്ല, മറ്റെന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാൽ അതിന് മരുന്ന് കുടിച്ചാലേക്കില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഒരു ചെറിയ പുക പോലും നമുക്ക് കുഴപ്പമാണ്. പിന്നെ നമ്മൾ വലിച്ചിട്ട് വിടുന്ന പുക മറ്റൊരു മനുഷ്യന് അത് ദോഷമായി തീരും. മറ്റൊരു മനുഷ്യന് ദോഷമായി തീരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിച്ചതിന് ശേഷം അതിൻ്റെ നമ്മൾ ആമാശയത്തിൽ നിന്നും വരുന്ന പുകയ്ക്ക് മറ്റൊരു ഗന്ധമാണ്. ആ പുകയൊന്നിപ്പം നമ്മളെ കൊണ്ട്, ഞാൻ വലി നിർത്തിയുണ്ട്, മറ്റൊരാൾ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയില്ല, അത് ശ്വസിക്കാൻ കഴിയില്ല. അതായത് ഒരു വ്യക്തി ഒരു മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് അത് വെള്ളം ഒഴിക്കാതെ ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സ്മെല്ലുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കത്തില്ല. അതുപോലെയാണ് അതേസമയത്ത് നമ്മൾ തീയുടെ പുകയിൽ നമുക്ക് എത്ര സമയം മുളകിൽ നിൽക്കാം. തീയുടെ പുക അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അത് വിഷവുമല്ല. പക്ഷേ നമ്മൾ വലിച്ചു വിടുന്ന പുകയിൽ നിന്നും മറ്റൊരാൾ ശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ മാറ്റമാണ്. ആ മാറ്റം ശ്വസിച്ചു കഴിഞ്ഞാൽ വിഷവുമാണ്. കാരണം അവൻ്റെ ആമാശയത്തിൽ നിന്നല്ലേ നമ്മൾ ശ്വസിക്കുന്നത്. അങ്ങനെയാണ് നേരത്തെ തന്നെ ഒരു സ്ത്രീ റോഡ് സൈഡിൽ നിന്നും വലിച്ച് അത് പുക ഇങ്ങനെ ശ്വസിച്ചപ്പോഴേ ഭയങ്കര സ്മെല്ല്. അങ്ങനെ അവർക്ക് സഹിക്കാൻ പേര് ഈ റോഡ് സൈഡുകളിലൊക്കെ നിന്നും പുക വലിക്കുന്നവരെ നിർത്തലാക്കണമെന്ന് അവർ സുപ്രീം കോടതി വരെ വാദിച്ചു. അങ്ങനെയാണ് സുപ്രീം കോടതി വിധിയായത്. റോഡ് സൈഡുകളിലൊന്നും സിഗരറ്റ് രാജ്യനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും സിഗരറ്റോ വീഡിയോ വലിക്കാൻ പാടില്ല. അങ്ങനെ വലിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ 500 രൂപ പെറ്റിയടിക്കണമെന്ന് ഒരു നിയമം കൊണ്ടുവന്നത്. അത് ഇപ്പോഴും ആ നിയമം നിലനിൽക്കുക തന്നെ. മിക്കവാറൊക്കെ പിടിക്കാറില്ല, എങ്കിലും ആ നിയമം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാം. എന്നാൽ ശരി. ടൈം മീഡിയ. Sound the alarm. I'm coming up. We'll have a ball. I'm sweet like a buttercup. You're